സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണികളുടെ മുക്തകണ്ഠ പ്രശംസ നേടിയ കൊല്ലം SNDP YHSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യക്കൂമ്പാരത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ കഥ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവരൊരുക്കിയ നാടകം ഏറെ ശ്രദ്ധ നേടിയാണ് നാടകവേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ അണിയറ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ അതിൻ്റെ ഈ നാടകത്തിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സ്കൂളിലെ പ്രിൻസിപ്പളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ടീച്ചറോട് തന്നെ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ ആദ്യം ചോദിച്ചു തുടങ്ങാം. ടീച്ചർ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നാടകം ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഒരു കഥ പശ്ചാത്തലമാക്കാൻ തീരുമാനിക്കും? ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ച് ഇതൊരു അതിയായ നിലവാരം പുലർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു തീം നമ്മൾ സെലക്ട് ചെയ്തത്. കുട്ടികളെ ഈ നാടക പരിശീലനത്തിന് എത്ര കാലമായിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? കുറേ വർഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ഉണ്ട് കുട്ടികൾ. നാലാമത്തെ തവണ? നാലാമത്തെ തവണയാണ്. ഇതിനു മുൻപ് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു? കുറച്ച് വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ജില്ലയിലും ഒക്കെ ഫസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസും എല്ലാം നമുക്ക് നമ്മുടെ കുട്ടികൾ തന്നെയാണ് നേടിയെടുത്തത്. ആറ്റില് നീന്തണ പോലെ അല്ലടാ തീട്ടത്തിന്, അത് നാറും. ആ നാറ്റം സഹിച്ച് ഇങ്ങനെ മുങ്ങിക്കോരി പൊക്കുന്നത് തീട്ടം മാത്രല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതമാ. അമ്മ എന്താ പറയണേ? പഠിക്കാനോ? വയസ്സൊക്കെ എത്ര എന്നും വെച്ചാ 40 കഴിഞ്ഞെന്നാ തോന്നുന്നമ്മേ. അമ്മേ, ഇന്നലെയും മെനഞ്ഞാന്നും കഴിഞ്ഞ മാസവും എല്ലാം ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നോണ്ടേ എന്റെ അമ്മയ്ക്ക് തോന്നുന്നതാ. നമ്മളെ സ്കൂൾ വിദ്യാർത്ഥികളുടെ നാടക പരിശീലനത്തിന് വേണ്ടിയിട്ട് പ്രകാശ് കലാമന്ദിർ എന്നുള്ള ഒരു സ്ഥാപനം, നാടക സംഘം അല്ലേ, അവരുടെ നേതൃത്വം വഹിക്കുന്ന പ്രിൻസ് മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞങ്ങളെല്ലാ വർഷവും വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കായിട്ട് 250ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ജിജ്ഞാസ എന്ന് പറയുന്ന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. അത് എല്ലാ വിഷയങ്ങളും ആ ക്ലാസ്സുകളുണ്ടാകും. അതിൽ നിന്ന് പിന്നെ നമ്മൾ നാടകത്തിന് വേണ്ടി അഭിനയത്തിൽ താല്പര്യമുള്ള കുട്ടികളെ വെച്ചിട്ട് പിന്നെ രംഗകേളി എന്ന് പറയുന്ന ക്യാമ്പ് നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കളരിയിലുള്ള കുട്ടികളാണിത്. എന്തൊരു തണുപ്പാമ്മേ വെള്ളത്തിന്. നമുക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ പൊതച്ച് കിടക്കായിരുന്നല്ലേ അമ്മേ? വീട് വെക്കാൻ മണ്ട വേണ്ടടാ. അതൊക്കെ പോട്ടെ, സ്കൂളിൽ പോയി നോക്ക്. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അമ്മേ. അവിടെ മോനെ സ്കൂളിൽ പോയില്ലെങ്കിൽ എങ്ങനെയാ വലിയ വീടൊക്കെ വെക്കുന്നേ? എന്റെ മോനെ ആ പുതിയ ഉടുപ്പിട്ട് സ്കൂളിൽ പോവാൻ നോക്കടാ ചക്കര. ഹായ്, പുതിയ ഉടുപ്പ്, നല്ല മണം. ഞാൻ ഇന്ന് സ്കൂളിൽ പോവാ അമ്മേ. അമ്മേ, ഞാൻ പഠിച്ച്
വലിയ വീട് വെക്കുമേ. നാടകത്തിൽ നമ്മളേക്ക് പ്രവേശിക്കുന്നത് നമ്മളെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള നിരന്തര ചർച്ചയിലൂടെയാണ്. അപ്പോൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഈ അടുത്തിടെ നമ്മുടെ മനസ്സിലേക്ക് തട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു ആമേഴഞ്ചാം തൊട്ടിലെ ജോയിയുടെ മരണം. ആ ജോയിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോയി എന്ന് പറയുന്നത് പുറം ലോകം അറിഞ്ഞിട്ടുള്ളൊരു മരണം മാത്രമാണ്. നിരന്തരമായിട്ട് ഈ തോട്ടിപ്പണിയിൽ ഏർപ്പെട്ട് മരണമടയുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മളിപ്പോഴും ജാതിയും മതവും ഒക്കെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും പ്രത്യക്ഷത്തിലും ഇപ്പോൾ നമുക്ക് ജാതി കാണുന്നതിന് വേണ്ടി കഴിയും മൊത്തത്തിൽ. പക്ഷേ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജാതി ചിന്തകൾ വെച്ചുകൊണ്ട് തന്നെ ഇന്ന തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ പോകണം എന്നുള്ള ചില നിർബന്ധ ബുദ്ധിയ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. അതുമാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്കാർക്കുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുക, നമ്മുടെ തീട്ടം വല്ലവനും കോരട്ടെ എന്ന് പറഞ്ഞിട്ട് പൊതുയിടങ്ങളിലേക്ക് ഇടുന്ന ഒരു മനോഭാവം മൊത്തത്തിൽ ഉണ്ട്. ആ മനോഭാവത്തിനെയും ആ കുമിച്ചു കൂട്ടുന്ന മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിലേക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഈ മനുഷ്യരുടെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പോകുന്ന ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. ഈ പണിയിടത്തിലെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഈ ജാതി വ്യവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു നാടകമാണ്. ഇത്തരമൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ട എന്തെങ്കിലും രംഗസജ്ജീകരണത്തിലോ അങ്ങനെ എന്തെങ്കിലും വേണ്ട വെല്ലുവിളികളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതിൻ്റെ വെല്ലുവിളികളായിട്ട് നമ്മുടെ മുന്നിൽ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നാടകം തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കുണ്ടായിരുന്നു കക്കൂസ് എന്നൊരു ഇമേജ് നമ്മുടെ മനസ്സിലേക്കുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ തീട്ടം അല്ലെങ്കിൽ വിസർജ്യം, അത് ആയിരിക്കണം നമ്മുടെ രംഗസജ്ജീകരണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുള്ള മാലിന്യം എന്താണ് എന്നുള്ളത് ഈ കാണികളുടെ മുന്നിൽ അതുപോലെ വെക്കണം. ആ മാലിന്യങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതം ആ മാലിന്യങ്ങളുടെ ഇടയിലൂടെ തന്നെ കാണിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ രംഗവും സജ്ജീകരിച്ചിട്ടുള്ളത്. രംഗസജ്ജീകരണത്തിനാണെങ്കിലും അതേപോലുള്ള ഈ ഒരു തീം തിരഞ്ഞെടുക്കുന്നതിനാണെങ്കിലും അതിൻ്റെ കൂടെയുള്ളൊരു ടീം പ്രധാനമാണല്ലോ. അത് എത്രത്തോളം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളത്, അതിനൊത്ത ഒരു ടീം തന്നെയാണോ കിട്ടിയത്? ഏറ്റവും അടിപൊളി ഒരു ടീമിനെ തന്നെയാണ് കിട്ടിയത്. കാര്യം നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഡ്രാമ സ്കൂളിൽ തന്നെ പഠിച്ചിറങ്ങിയ ഫിദ, അതേപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ, ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ആ കഥ വികസിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നല്ല ഡേറ്റകൾ കളക്ട് ചെയ്ത് അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഫുൾ ടീം നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ എഴുതി സംവിധാനം ചെയ്തൊരു നാടകമല്ല, ഞങ്ങളെല്ലാവരും കൂടി കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണത്. ഞാനാ കവലവരെ പോവായിരുന്നു ചൂട്ടിന് ബുക്ക് വാങ്ങിക്കാനായിട്ട്. അവൻ സ്കൂളിൽ പോയപ്പോ എന്റെ മോൻ നന്നായിട്ട് പഠിക്കും, അവന് കണക്ക് പഠിക്കാൻ എന്ത് ഇഷ്ടമെന്നറിയോ. എന്നാ ഞാൻ ചെല്ലട്ടെ, എനിക്ക് തിരക്കുണ്ട്. അവൻ സ്കൂളിൽ വരാൻ സമയമായേ. ശരിയെന്നാ. അതിനാൽ നിനക്ക് ഞാൻ യൂണിഫോം അല്ലല്ലോടാ. അതെ, ഞമ്മടെ പുതിയ ക്ലോസറ്റാ. നോക്കിക്കണ്ട് തുടങ്ങണം നായ, തുടങ്ങണം നായിന്റെ പോലെ. ഈ നാടകത്തിൽ ജോയിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാരക്ടർ കിട്ടിയതിന് എനിക്ക്
എന്തുവാ സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് എനിക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളായിരുന്നു. ഈ ജോയിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ നാടകത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ജോയിയെക്കുറിച്ച് കൊച്ചിലെ തൊട്ടുള്ള കാര്യങ്ങൾ വരെ അറിയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഗൂഗിളിൽ നിന്നായാലും അങ്ങനെ തപ്പി ജോയിയുടെ പകുതി മുക്കാൽ ഡീറ്റെയിൽസും ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ജില്ലയൊക്കെ ആവാൻ നേരത്തെ എനിക്ക് ഈ ജോയി എന്തുവാണെന്നൊന്ന് അറിയണം. അത് എപ്പോഴും അമാസും പറയാറുണ്ട്, ഇങ്ങനെ നോക്കണം, നമുക്ക് ആ ക്യാരക്ടർ ആവണമെങ്കിൽ അയാളെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞാലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ തോനെയും കാര്യങ്ങൾ വായിച്ചപ്പോൾ എങ്ങനെ ആ ഒരു രൂപമെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. ബാലസംഘത്തിലൂടെയാണ് നമ്മൾ നാടകത്തിലേക്ക് കടന്നു വരുന്നത്. ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പി കലാജാഥയിൽ പങ്കെടുക്കുമ്പോഴാണ് നാടകം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ഈ പാണിമാഷ് അനുസ്മരണ നാടകരചനാ മത്സരമുണ്ട് ബാലസംഘത്തിൽ തന്നെ. ആ നാടകരചനാ മത്സരത്തിൽ സെലക്ഷൻ കിട്ടുന്ന നാടകങ്ങൾക്കൊക്കെയാണ് വേനൽത്തുമ്പിയിൽ സംസ്ഥാന മൊത്തത്തിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കിട്ടുക. അപ്പോൾ അങ്ങനെ പാണിമാഷ് നാടക മത്സരത്തിലേക്കൊക്കെ നാടകങ്ങൾ എഴുതി തുടങ്ങി. അങ്ങനെ ബാലസംഘമാണ് നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാലസംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ് ഇവിടുത്തെ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര്യേച്ചി. അപ്പോൾ മേയർ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഇതിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അതേ മേയർ തന്നെ ഇപ്പോൾ ഈ നാടകം കാണാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു എന്തായിരുന്നു? കാര്യം നാടകം തുടങ്ങുമ്പോൾ തന്നെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് എത്തി. അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നാടകം സംഭവം അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുൻനിരയിലേക്ക് തന്നെ വന്നിരുന്ന് നാടകം കണ്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. അതിലൊത്തിരി സന്തോഷം തോന്നി. നാടകം കണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴേ നമ്മൾ നേരെ ഇറങ്ങി വരികയായിരുന്നു. പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഈ നാടകത്തിന് ഇപ്പോൾ ഈ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ നാടകത്തിന് എന്തെങ്കിലും പുരസ്കാരം കിട്ടുന്നോ? എന്താണ് ഈ നാടകത്തിൻ്റെ മൊത്തത്തിലൊരു നിങ്ങൾക്ക് തോന്നുന്നത് നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം? നമ്മൾ സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല നാടകം കളിക്കുക. നമ്മൾ ആ ഒരു ആശയം സമൂഹത്തിലേക്ക് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിപ്പോൾ സബ് ജില്ലയായാലും ജില്ലയായാലും സംസ്ഥാന തലത്തിലേക്ക് നമ്മൾ ഈ നാടകം കളിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നാം സമ്മാനം നേടുക എന്നുള്ളതല്ല. കാര്യം 14 ജില്ലകളിൽ നിന്ന് വരുന്ന ഓരോ ടീമുകളും അവരവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ആ രാഷ്ട്രീയം ഇവിടെ ഇരിക്കുന്ന കാണികളിലേക്ക് ശക്തമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് നന്നായിട്ട് തന്നെ നമ്മുടെ പിള്ളേർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ സമ്മാനങ്ങളോ ഒന്നും തന്നെ വേണ്ട. കാണികളിലേക്ക് ഈ ആശയം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശതലത്തിൽ ഈ ആശയം പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം തോന്നുന്നു. കാര്യം ഓരോ അതിൻ്റെ നാടകം മുന്നോട്ട് പോകുമ്പോഴും കാണികൾക്കിടയിൽ ഉണ്ടാവുന്ന ചിരികൾ, അവരുടെ അസ്വസ്ഥപ്പെടലുകൾ, അവസാനം അവർ തന്നെ അറിയാണ്ട് കൈയടിച്ചു പോകുന്ന അവസരങ്ങൾ, പിന്നീട് പലരും കണ്ണുനീര് പൊഴിക്കണത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ഈ നാടകം എത്തി എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. അല്ലാതെ വെറുതെ ഇരുന്ന് കാണുകയല്ല ഇവിടുത്തെ ഓഡിയൻസ്. അവരൊക്കെ തന്നെ ആ നാടകത്തിലേക്ക് മുഴുകി നിന്ന് കാണുന്ന കാഴ്ച നമ്മളിങ്ങനെ കാണും. ഞാൻ ഒരേ സമയം വേദിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളെ നോക്കാറുണ്ട്, അതേസമയത്ത് ഓഡിയൻസിനെ നോക്കാറുള്ളപ്പോൾ അവരതിലേക്ക് മുഴുകിയിരിക്കുന്നത് കാണുന്നുണ്ട്. ആ കാഴ്ചയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഊർജ്ജം. കൈരളി ന്യൂസ് ഓൺലൈനിന് വേണ്ടി ക്യാമറമാൻ അഭിലാഷ് ആറിനൊപ്പം വിഷ്ണുപ്രസാദ്, മാണിയമ്പറമ്പ്.